ഇന്നും കുറച്ച് പുഴമീൻ കിട്ടി. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങ് പൊള്ളിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും നല്ല പച്ചക്കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും 2 തക്കാളിയും ഒരു നാരങ്ങയും കുറച്ച് മല്ലിയിലയും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനകത്തേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് നോർമൽ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വറുത്ത് എടുക്കാം. ഈ സമയം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കടുകിട്ടിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. അത് ഇളക്കിയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളിയും തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് 2-3 ഇതൾ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിനി ഒരു വാഴയില വാട്ടിയെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗ്രേവി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവിയുടെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മീൻ എടുത്ത് വയ്ക്കാവേ. ഇനി ബാക്കിയുള്ള ഗ്രേവിയും കൂടെ ആ മീനിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒന്ന് ലുക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കാവേ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു 2 പീസ് തക്കാളിയും അതിൻ്റെ നടുക്കായിട്ട് ഒരു നാരങ്ങ മുറിച്ചതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വാഴനാര് കൊണ്ട് അത് ഇല നന്നായിട്ട് കെട്ടിയെടുക്കാം. നമ്മൾ ആ മീൻ വറുത്ത ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു കുറച്ച് സമയം നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടതൊന്ന് വേവിച്ചെടുക്കാം. സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നല്ല ചൂടനെ തന്നെ നമുക്കതൊന്ന് തുറന്നെടുക്കാവേ.